പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള നയതന്ത്ര നീക്കങ്ങളിൽ നിർണായക വഴിത്തിരിവ്. അമേരിക്കയുമായുള്ള രണ്ടാം ഘട്ട ചർച്ചകൾക്ക് മുന്നോടിയായി 2 കർശന ഉപാധികളാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിന് മേലുള്ള ഉപരോധം നീക്കണമെന്നതും ചർച്ചാ സംഘത്തിന് പൂർണ്ണ അധികാരം നൽകണമെന്നതുമാണ് ഇറാന്റെ പ്രധാന ആവശ്യങ്ങൾ. നിലവിൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം പിൻവലിക്കണമെന്നാണ് ഇറാന്റെ ഒന്നാമത്തെ ആവശ്യം. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ സിരയായ ഹോർമൂസ് കടലിടുക്കിലൂടെ തടസ്സമില്ലാതെ കപ്പലുകൾ കടത്തിവിടാൻ അനുവദിക്കണം. ഉപരോധം നിലനിൽക്കെ ചർച്ചകൾക്ക് പ്രസക്തിയില്ലെന്ന് ഇറാൻ പാകിസ്ഥാനെ അറിയിച്ചു. ഇസ്ലാമാബാദിൽ നടന്ന ഒന്നാം ഘട്ട ചർച്ചകൾ പരാജയപ്പെടാൻ കാരണം അമേരിക്കൻ പ്രതിനിധികൾക്ക് തീരുമാനമെടുക്കാൻ അധികാരമില്ലാത്തതാണെന്ന് ഇറാൻ കുറ്റപ്പെടുത്തി. വൈസ് പ്രസിഡന്റ് JD വാൻസ് നയിച്ച സംഘത്തിന് പല നിർണായക വിഷയങ്ങളിലും ട്രംപിന്റെ അനുമതിക്കായി കാത്തുനിൽക്കേണ്ടി വന്നത് അതിനാൽ ഇത്തവണ ചർച്ചയ്ക്കെത്തുന്നവർക്ക് കരാറുകളിൽ ഒപ്പിടാൻ നേരിട്ട് അധികാരം നൽകണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു. ഇറാൻ സന്ദർശിച്ച പാക് സൈനിക മേധാവി ജനറൽ അസീം മുനീർ വൈകാതെ വാഷിംഗ്ടണിലെത്തും. ഇറാന്റെ ആവശ്യങ്ങൾ അദ്ദേഹം ട്രംപ് ഭരണകൂടത്തെ അറിയിക്കും. ഇതിന് ശേഷമായിരിക്കും രണ്ടാം ഘട്ട ചർച്ചയുടെ തീയതി നിശ്ചയിക്കുക. ഹോർമുസിൽ ഒമാൻ തീരത്തോട് ചേർന്ന് കപ്പലുകൾ കടത്തിവിടണമെന്ന വിട്ടുവീഴ്ച നിർദ്ദേശം ഇറാൻ മുന്നോട്ട് വെച്ചതായും സൂചനയുണ്ട്. ഹോർമുസിലെ ഗതാഗതം തടസ്സപ്പെടുന്നത് ആഗോള വിപണിയെ ബാധിക്കുമെന്ന് ചൈന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനിടെ ഇറാനിൽ നിന്ന് റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യക്ക് നൽകിയിരുന്ന ഇളവുകൾ അമേരിക്ക റദ്ദാക്കിയേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇന്ത്യക്കും തിരിച്ചടിയാകും. ഇറാന്റെ ഉപാധികൾ ട്രംപ് അംഗീകരിക്കുമോ അതോ ഉപരോധം കൂടുതൽ കടുപ്പിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. മേഖലയിലെ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്കിടയിലും ഇരു രാജ്യങ്ങളും തങ്ങളുടെ നിലപാടുകളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. Waytonikah.com, the exclusive Muslim matrimonial site.